ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്റ്റീവ് ചാർക്കോൾ മാസ്ക് ആണ് ഗ്ലാം ചെയ്തിട്ട്. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് ഞാൻ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് മേടിച്ചത്. എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ളതാണ്. സോ അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്യും നോക്കാം. ഞാനിപ്പം ഫേസ് ക്ലീൻ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. സോ അത് അപ്ലൈ ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ഓപ്പൺ ചെയ്തിട്ടില്ല ഇതുവരെയ്ക്ക്. നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ട് ഞാൻ വരാം. ഓക്കെ, ഇത് പറഞ്ഞിരിക്കുന്നത് ടാൻ റിമൂവലാണ്, ഡീടോക്സിഫയിങ് ആണ്, ഡീപ്പ് ക്ലിൻസിങ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. വിത്ത് ആർഗൻ ഓയിൽ ആൻഡ് അലോവേറ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ടിവേറ്റഡ് ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് ആണ്. സോ ഇത് എന്തൊക്കെയാണ്? റിഡ്യൂസ് ബ്രേക്ക്ഔട്ട് ആക്നി, റിമൂവ് ഡെഡ് സ്കിൻ ലെയർ, പിന്നെ ഡീറ്റാൻ സ്കിൻ, ടൈറ്റൻ ആൻഡ് അൺക്ലോസ് ദി പോർസ്, റിമൂവ് എക്സസ് ഓയിൽ ആൻഡ് പാരബെൻ ഫ്രീ ആണ്. ഓക്കെ, സോ കീപ്പ് അവേ ഫ്രം ചൈൽഡ്. ഓക്കെ, സോ ഇത് അപ്ലൈ ചെയ്തിട്ട് വരാം. ഇതിൻ്റെ സ്മെല്ല് ഒരു നല്ല സ്മെല്ലാണ് ഇതിൻ്റെ ടെക്സ്ചർ പറയണത്. കുറച്ച് തിക്കിയാണ്, പക്ഷെ അത്ര തിക്കും അല്ല, വാട്ടർ ബേസ്ഡ് ആണ്. സോ അത് ഞാൻ അപ്ലൈ ചെയ്തിട്ട് വരാം. ഓക്കെ, അങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആവുന്ന വരെ നോക്കാം. 10 to 15 മിനിറ്റ്സ് എടുക്കുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് വരാം. ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട്. ഇവിടെ ഈ നോസ് ഭാഗത്ത് ഞാൻ കൂടുതൽ ലെയർ ഇട്ടിട്ടുണ്ട്. ബിക്കോസ് ഇവിടെയാണ് എൻ്റെ ബ്ലാക്ക് ഹെഡ്സ് കൂടുതൽ. സോ ഇവിടെ കുറച്ചും കൂടി നല്ലതുപോലെ ഈ നോസ് സൈഡിൽ ഉണങ്ങാനുണ്ട്. പിന്നെ ഇവിടെ ഒരു കുറച്ച് ഉണങ്ങാനുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഒരുവിധം ഉണങ്ങി. ഇതാ ഒരു പൊട്ട് ഇവിടെ ഉണങ്ങാനുണ്ട്. ബാക്കി ഇവിടെയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ചുണ്ടൊന്നും അളക്കാൻ പറ്റുന്നില്ല, വൾജ് ചെയ്ത് നിൽക്കുന്നുണ്ട് ചുണ്ട്. കണ്ടില്ലേ? അതും കൂടി ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ബിക്കോസ് ഇവിടുത്തെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യണമല്ലോ. ഓക്കെ, സോ അതും കൂടി നല്ലതുപോലെ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് എടുക്കാം. ടച്ച് ചെയ്യുമ്പോൾ അതൊക്കെ ആവേണ്ടതാണ്. സോ അതും കൂടി ഇതായി കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. നോസിലും ഫുൾ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്കിത് പീൽ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് കിട്ടുമോയെന്നറിയില്ല. ചെറുതായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. എന്താ, ഒരാളും കൂടി ഉണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. തൊലിച്ച വലിക്കില്ല, പതിയെ ഇങ്ങനെ വലിക്കാൻ പാടില്ല. വലിച്ചു കഴിഞ്ഞാലേ വേദനിക്കും. നമുക്ക് അതാ അതിലൊരു സാധനം കാണിച്ചു കേട്ടോ. പുറത്ത് വന്ന് കിട്ടും, തൊടണ്ട. ഇവിടെ ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് ഫുൾ ഇത് ഇളക്കി വിട്ടു. നോസിൻ്റെ അവിടെയാണ് നോക്കേണ്ടത്. ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വന്നൊന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല, പക്ഷേ ചെറുതായിട്ട് വൈറ്റ് കാണണ്ടോ എന്നറിയില്ല. നമ്മൾ നോസിലെ സൈഡാണ് വൈറ്റ് ഹെഡ്സ് വലുത് കാണണ്ടാവും. ആക്ച്വലി ഞാൻ വിചാരിച്ചു ഇത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, വേദനിക്കും, പെയിൻ ഉണ്ടാവും വിചാരിച്ചു. പക്ഷേ ഗോൾഡൻ പീൽ ഓഫ് മാസ്കിനെക്കാട്ടി പെട്ടെന്ന് റിമൂവ് ആയിട്ട് വന്നു. കുഴപ്പമില്ലായിരുന്നു എടുക്കുമ്പോൾ. സോ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മാസ്ക് എടുത്തു കഴിഞ്ഞു. സോ കുഴപ്പമില്ലാത്ത മാസ്കാണ്. സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട. ജസ്റ്റ് ഇവിടെ മാത്രം നോസിൽ തിക്ക് ലെയർ ആയിട്ട് അപ്ലൈ ചെയ്യും. ഇവിടെ നമുക്ക് ഈ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് വരുന്ന സ്ഥലത്ത് ഇവിടെ ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് വെച്ചിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ
ഉള്ള ബ്ലാക്ക് ഹെഡ്സൊക്കെ പുറത്ത് വരും. വൈറ്റ് ഹെഡ്സും നല്ല സ്മെല്ലാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സ്മെല്ലാണ്. പിന്നെ അത് വീക്ക്ലി വൺസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഡെയിലി നമ്മൾ മീൻസ് ഇടയ്ക്കിടയ്ക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഇതൊക്കെ നമ്മൾ കൂടുതൽ സ്കിൻ ഓയിലി സ്കിൻ ആയാലും നാച്ചുറലായിട്ടൊരു ഓയിൽ ഉണ്ടാവണം, അതും കൂടി പോകും. നല്ല ഡ്രൈ ആയിട്ട് ഇറിറ്റേറ്റ് ആവും, പോര് നല്ലതുപോലെ ഓപ്പൺ ആകും. വീക്ക്ലി വൺസ് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. പിന്നെ നോസിൽ നമ്മൾക്ക് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യാണ്ട് നോസിലും ഇവിടെ ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് നമുക്ക് ഇവിടെ അത്ര വരില്ലല്ലോ, വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ. സോ എവിടെയാണ് വരുന്നത് കൂടുതൽ അവിടെ മാത്രം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും, കുഴപ്പമില്ല. ഗോ ഫോർ ഇറ്റ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇത് അടുത്ത ആളും വന്നിട്ടുണ്ട്. മുഖത്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ബൈ, ലവ് യു ഉമ്മ. ബൈ ഉമ്മ, ലവ് യു. സബ്സ്ക്രൈബ് ചെയ്യൂ, പറ, ലൈക്ക് ചെയ്യൂ, thumbs up, thumbs up. ടാറ്റാ. മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നാളെ പിന്നെ കാണാം.